പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കുപ്രസിദ്ധ കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറം ലോകത്തെ അറിയിക്കുന്നതിന്റെ ഭാഗമായി 19 ഫോട്ടോകൾ പുറത്തുവിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുവതികൾക്കൊപ്പം നിൽക്കുന്ന അടക്കമുള്ള ചിത്രങ്ങളാണ് അമേരിക്കൻ സെനറ്റിന്റെ ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റ് അംഗങ്ങൾ പുറത്തുവിട്ടത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, കോടീശ്വരന്മാരായ ബിൽ ഗേറ്റ്സ്, റിച്ചാർഡ് ബ്രാൻസൺ, ട്രംപിന്റെ മുൻ വൈറ്റ് ഹൌസ് ഉപദേശകൻ സ്റ്റീവ് ബെന്നോൺ, നടനും സംവിധായകനുമായ വുഡി അലൻ, US ധനകാര്യ വിദഗ്ധൻ ലാരി സമ്മേഴ്സ്, അഭിഭാഷകൻ അലൻ ഡാർഷോവിറ്റ്സ്, ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസർ തുടങ്ങിയ പ്രമുഖരുടെ നീണ്ട നിരയാണ് ഫോട്ടോയിലുള്ളത്. എപ്സ്റ്റീന്റെ ഉന്നത പിടിപാടുകൾ വ്യക്തമാക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ ഇരകൾക്ക് നീതി ലഭിക്കുമോ എന്ന ആശങ്ക ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്നുണ്ട്. എപ്സ്റ്റീനെയും അയാളുടെ ശക്തരായ കൂട്ടാളികളെയും സംരക്ഷിക്കുന്നതിൽ നിന്ന് വൈറ്റ് ഹൌസ് ഇനിയെങ്കിലും പിന്മാറണമെന്ന് ഡെമോക്രാറ്റ് നേതാവ് റോബർട്ട് ഗാർസിയ ആവശ്യപ്പെട്ടു. അമേരിക്കൻ ജനത സത്യം അറിയുന്നതുവരെ പോരാട്ടം തുടരാനുള്ള നീക്കത്തിലാണ് ഡെമോക്രാറ്റുകൾ. കുറ്റകൃത്യത്തിന്റെയോ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെയോ ദൃശ്യങ്ങളല്ല പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ജെഫ്രി എപ്സ്റ്റീനുമായി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലർക്കുള്ള ബന്ധം വെളിവാക്കുന്ന ചിത്രങ്ങളാണിവ. ഇതിൽ 3 ചിത്രങ്ങളാണ് ട്രംപിന്റേത്. ഒന്നിൽ നിരവധി സ്ത്രീകൾക്കൊപ്പം ട്രംപ് നിൽക്കുന്നതാണ്. മറ്റൊന്ന് ട്രംപ് കോണ്ടം എന്നെഴുതി വിലയിട്ടതിനൊപ്പം ട്രംപിന്റെ ചിത്രത്തോടെയുള്ള കോണ്ടം കവറിന്റെയാണ്. എപ്സ്റ്റീനൊപ്പം ഒരു യുവതിയോട് ട്രംപ് സംസാരിക്കുന്ന ഫോട്ടോയുമുണ്ട്. മറ്റൊന്ന് ബിൽ ക്ലിന്റൺ എപ്സ്റ്റീനും മറ്റു ചിലർക്കുമൊപ്പമുള്ള ഫോട്ടോയാണ്. എപ്സ്റ്റീൻ എസ്റ്റേറ്റിൽ നിന്ന് ലഭിച്ച 95,000-ഓളം ഫോട്ടോകളാണ് ഓവർസൈറ്റ് കമ്മിറ്റിയുടെ പക്കലുള്ളത്. കൂടുതൽ ഫോട്ടോകൾ ഉടൻ പുറത്തുവിടുമെന്ന് കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിസംബർ 19-ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിടാനിരിക്കുന്ന എപ്സ്റ്റീൻ ഫയൽസിന് പുറമെയാണിത്. എപ്സ്റ്റീൻ കേസിലെ അതീവ രഹസ്യമായ രേഖകൾ പുറത്തുവിടാനുള്ള നീക്കത്തിന് അമേരിക്കൻ സെനറ്റ് നേരത്തെ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഫയലുകൾ പുറത്തുവിടാനുള്ള ബില്ലിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തതാണ്. സർക്കാരിനും തനിക്കും മറച്ചുവെക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞായിരുന്നു ഇത്. എപ്സ്റ്റീൻ അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ അയാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചെന്നും ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികൾക്കായി ലൈംഗിക പാർട്ടികൾ സംഘടിപ്പിച്ചുവെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്നും അടക്കം ഒട്ടേറെ ആരോപണങ്ങൾ നേരിട്ടയാളാണ് ജെഫ്രി എപ്സ്റ്റീൻ. 2008-ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചുവെന്ന കേസിൽ എപ്സ്റ്റീൻ കുറ്റം സമ്മതിച്ചിരുന്നു. തുടർന്ന് 18 മാസത്തെ തടവിന് ശിക്ഷിച്ചു. ലൈംഗിക വൃത്തിക്കായി കുട്ടികളെ കടത്തിയതിന് 2019 ജൂലൈയിൽ വീണ്ടും അറസ്റ്റിലായി. ജൂലൈ 24-ന് എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.